ഇരിഞ്ഞാലക്കുട രൂപതയിൽ കൊടകര ഫൊറോനയിലാണ് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്മസ് കാലം കൊടുങ്ങക്കാർക്കെല്ലാം ഒരു ഉത്സവ കാലമാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായി കൊടുങ്ങ ഇടവകയിൽ പുൽക്കൂട് വിസ്മയം തീർത്തിരുന്നു. 2023-ലും 2024-ലും ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ പുൽക്കൂട് നിർമ്മിച്ചതും കൊടുങ്ങ പള്ളിയിലായിരിക്കണം. ക്രിസ്മസ് രാവായ 24-ാം തീയതി മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പുൽക്കൂട് കാണുവാനും മറ്റ് അലങ്കാരങ്ങൾ ആസ്വദിക്കുവാനും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും എത്തിച്ചേരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം പുൽക്കൂടിനൊപ്പം മിന്നിത്തിളങ്ങുന്ന 2025 നക്ഷത്രങ്ങളാണ് കൊടുങ്ങ ഇടവക അംഗങ്ങൾ ഇടവക വികാരിയായ ഫാദർ ഷിബു നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 2025 വർഷത്തെ പ്രതിനിധീകരിക്കുന്നതിനായി 2025 നക്ഷത്രങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയ അങ്കണത്തിൽ മിന്നിത്തിളങ്ങുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പേപ്പർ നക്ഷത്രങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചാണ് നക്ഷത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടാണ് ഇടവക വികാരി ഷിബു നെല്ലിശ്ശേരിയുടെ പ്രചോദനം ഉൾക്കൊണ്ട് ഇടവകാംഗങ്ങൾ നക്ഷത്രങ്ങളും പുൽക്കൂടും കരോളുമെല്ലാം ഒരുക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെരുന്നാൾ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചതിൻ്റെ ഓർമ്മ തിരുനാളാണ്. അതുകൊണ്ട് ക്രിസ്മസ് ആണ്. ഞാൻ അച്ഛനായ അന്ന് തുടങ്ങിയിട്ട് 19 വർഷമായി. ഒറ്റ വർഷം പോലും മുടങ്ങാതെ മനോഹരമായിട്ടുള്ള പുൽക്കൂട് ഒരുക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. അതിൽ ഞാൻ ഏറ്റവും സ്റ്റാർട്ട് ചെയ്തത് പോട്ടപ്പള്ളിയിൽ നിന്നാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ പുൽക്കൂട് തുടങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് കൂട്ടായ്മ നന്നായിട്ട് ഉണ്ടാകുന്ന പോലെ തോന്നി. ഇടവേള എല്ലാവരും ഒരുമിച്ച് വരും. ഇവിടെ ഇപ്പോൾ 2 വർഷമായി, 3-ാമത്തെ വർഷമാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഡിസംബർ മാസം തുടങ്ങിയാൽ ഒരുവിധം എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവരെല്ലാവരും 10-11 മണി വരെ, 11 മണി, 12 മണി, 1 മണിയൊക്കെ വരെ ഇവിടെ തന്നെയാണ്, പള്ളിയിൽ തന്നെയാണ്. അവർ ഉത്സവമാണ് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം. അതോടൊപ്പം ഇവിടെ വലിയൊരു പുൽക്കൂടുമുണ്ട്. യൂണിറ്റ് അടിസ്ഥാനത്തിൽ പുൽക്കൂട് ക്രമീകരണങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതേസമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൊടുങ്ങ പള്ളിയിലെ കരോൾ സംഘയാത്ര. ഇടവകയിലെ കുട്ടികളും യുവതി-യുവാക്കളും അമ്മമാരും അപ്പച്ചമാരുമെല്ലാം പങ്കെടുക്കുന്ന ഗംഭീരമായ ഘോഷയാത്ര. കരവിരുതുകൊണ്ടും നൃത്തച്ചുവടുകൊണ്ടും വർണ്ണാഭമായ ഘോഷയാത്ര കൊടുങ്ങ പള്ളിയിലെ ഒരു പ്രത്യേകതയാണ്. ഡിസംബർ 31 വരെയാണ് ഇവിടെ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത്.